Good morning, students. Today we start our new chapter, Introduction to MS Word. MS Word is a word processing software. MS Word എന്ന് പറഞ്ഞൊരു word processing software ആണ്. It has been designed and developed by Microsoft Corporation of USA. MS Word എവിടെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ USA മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനിലാണ് ഡെവലപ്പ് ചെയ്തത്. യൂസിങ് MS Word, ടൈപ്പിംഗ് റിലേറ്റഡ് ടാസ്ക് ആർ പെർഫോംഡ് ഓൺ കമ്പ്യൂട്ടർ. MS Word യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പിംഗ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും വേർഡൊക്കെ ടൈപ്പ് ചെയ്യുന്നോ ഇതുപോലത്തെ ഒരു ടാസ്ക് ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ MS Word യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഓഫ് MS Word ആർ ഡിസ്ക്രൈബ്ഡ് ബിലോ. ഓക്കെ, MS Word ഫീച്ചേഴ്സ് നോക്കാം. ഈസി ടെക്സ്റ്റ് എൻട്രി ആൻഡ് ഓട്ടോമാറ്റിക് ഫോർമാറ്റിംഗ്. ഈസി ടെക്സ്റ്റ് എൻട്രി ആൻഡ് ഓട്ടോമാറ്റിക് ഫോർമാറ്റിംഗ്. ഈസി ടെക്സ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ തന്നെ നെയിമിൽ നമുക്ക് പറയാം എന്താണ്, വേഗത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഫോർമാറ്റ് നമ്മളൊന്നും ചെയ്താൽ തന്നെ അത് ഫോർമാറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, നോക്കാം. വൈൽ ഫോർമാറ്റിംഗ് ഇൻ MS Word, വൈൽ വർക്കിംഗ് ഇൻ MS Word യു നീഡ് ടു സിംപ്ലി ടൈപ്പ് ദ ടെക്സ്റ്റ്. നമ്മൾ MS Wordൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വിത്തൗട്ട് കെയറിങ് എബൌട്ട് ഇഷ്യൂസ് ലൈക്ക് മാർജിൻസ്, ഫോർമാറ്റിംഗ് എക്സെട്ര. നമ്മൾ MS Word ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അതിലെ മാർജിൻ നോക്കണമെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണമെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ആർ ടേക്കൺ കെയർ ഓഫ് ഓട്ടോമാറ്റിക്കലി. അതെല്ലാം എന്ത് ചെയ്യുന്നത്? MS Word തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ചേഞ്ച് ചെയ്യും. വെൻ വൺ ലൈൻ ഗെറ്റ്സ് ഫിൽഡ്, ടെക്സ്റ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ഇൻ ദ നെക്സ്റ്റ് ലൈൻ. എന്താണ്, ഒരു ലൈൻ ഫില്ല് ആവുകയാണെങ്കിൽ അത് ഉടനെ നെക്സ്റ്റ് ലൈനിലോട്ട് എന്ത് ചെയ്യും? പോയിക്കോളും. നമ്മളിനി നെക്സ്റ്റ് ലൈനിൽ ടൈപ്പ് ചെയ്യണമെന്നില്ല, ഒരു ലൈൻ ഫിൽ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. വെൻ എ പേജ് ബിക്കം ഫുൾ, ടെക്സ്റ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ഓൺ ദ നെക്സ്റ്റ് പേജ്. ഇപ്പോൾ ഒരു പേജിൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ പേജ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പോയി സെലക്ട് ചെയ്ത് അടുത്ത പേജ് എടുക്കണ്ട, അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നെക്സ്റ്റ് പേജിലോട്ട് പോകും. ദിസ് മേക്ക് ദ ടെക്സ്റ്റ് എൻട്രി സിമ്പിൾ ആൻഡ് ഈസി. ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് എൻട്രി എന്താണ് സിമ്പിളും ഈസി ആക്കി തന്നെ. എന്താണ് MS Wordൽ വർക്ക് ചെയ്യും, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, മാർജിനോ ഫോർമാറ്റിംഗ് ഒന്നും നോക്കണ്ട, അത് ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്തോളും. അതുമാത്രമല്ല, ഒരു ലൈന് നമുക്ക് ഫുള്ളും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുവാണെങ്കിൽ നെക്സ്റ്റ് ലൈൻ ഓട്ടോമാറ്റിക്കലി അത് എൻ്റർ ആയിക്കോളും. അതുപോലെ തന്നെ ഒരു പേജ് ഫുള്ളാവുകയാണെങ്കിലും അത് നെക്സ്റ്റ് പേജിലോട്ട് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ആയിക്കോളും. So, easy text entry and automatic formatting. While working in MS Word, you need to simply type the text without caring about issues like margin, formatting, etc. They are taken care of automatically. When one line gets filled, text is automatically written in the next line. When a page becomes full, text is automatically written on the next page. This makes the text entry simple and easy. എഫർട്ട്ലെസ് ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ നമ്മളായിട്ട് ഒരു എഫർട്ടും എടുക്കേണ്ടതില്ല. എങ്ങനെയാണെന്ന് നോക്കാം. അൺവാണ്ടഡ് ടെക്സ്റ്റ് ക്യാൻ ഓൾവേസ് ബി ഡെലീറ്റഡ് ആൻഡ് നെക്സ്റ്റ് ടെക്സ്റ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് വിത്തൗട്ട് ഡിഫിക്കൽറ്റി. നമുക്കിപ്പോൾ ടെക്സ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു നെയിം ഇപ്പം നമ്മൾ ടെക്സ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. ടെക്സ്റ്റിൽ ഞാൻ ഏത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ന്യൂ ടെക്സ്റ്റ്, നമുക്ക് ടെക്സ്റ്റ് എന്ന വേർഡ് വീണ്ടും എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിൽ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കില്ല. റിമൈനിങ് പാർട്ട് ഓഫ് ദ ടെക്സ്റ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ്. ബാക്കി നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് ഞാനത് ഡിലീറ്റ് ചെയ്ത് നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ ബാക്കി ടെക്സ്റ്റിനൊന്നും ഒരു ചേഞ്ചസ് ഉണ്ടാവില്ല, അത് ഓട്ടോമാറ്റിക്കലി എന്താവും? അഡ്ജസ്റ്റ് ആവും. ദിസ് മേക്സ് മോഡിഫിക്കേഷൻ ഓഫ് ദ ടെക്സ്റ്റ് എഫർട്ട്ലെസ്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് എന്താ? മോഡിഫിക്കേഷനൊന്നും ഒരു എഫേർട്ടും ഉണ്ടാവും, ഒരു കഷ്ടമുണ്ട്, നമുക്ക് ഈസിലി ആയിട്ട് അത് ഡൺ ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ്, കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്. കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം. ഇപ്പം കട്ട് ചെയ്ത് നമുക്ക് വേറൊരു ഫോൾഡറിലോ ഫയൽസിലോ നമുക്ക് കൊണ്ട് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാനും പറ്റും അല്ലേ? കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാനും പറ്റും. നോക്കാം. കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്. MS Word provides cut, copy, paste facility. MS Wordൽ എന്തുണ്ട്? കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന ഫെസിലിറ്റി ഉണ്ട്. യൂസിങ് വിച്ച് യു ക്യാൻ കോപ്പി എ പീസ് ഓഫ് ഓൾറെഡി എൻറ്റേർഡ് ടെക്സ്റ്റ് ടു സം അതർ പ്ലേസ് വിത്തൗട്ട് റീടൈപ്പിംഗ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എവിടെയെങ്കിലും കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ എവിടെയെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാൻ സാധിക്കും.
ഇറ്റ് നെസസറി ദ ടെക്സ്റ്റ് ക്യാൻ ബി ഫിസിക്കലി മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ വേറെ ഒരു ടെസ്റ്റ് ചെയ്തത് വേറെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ സാധിക്കും. ദിസ് എനേബിൾസ് യു ടു ഡു അതർ പ്രോസസ് ഫാസ്റ്റ് ആൻഡ് ദാറ്റ് ടു വിത്തൗട്ട് എറേഴ്സ്. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫാസ്റ്റായിട്ടും ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല എറർ ഒന്നും ഉണ്ടാകും. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 10 ഫയൽസ് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വേർഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരിക്കൽ സെയിം വേർഡ് 10 ടൈംസ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്തിട്ട് കോപ്പി ചെയ്ത് എന്ത് ചെയ്താൽ മതി, പേസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ടൈം അത്ര എടുക്കത്തുമില്ല, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തുണ്ടാവില്ല, എറർ ഉണ്ടാകത്തുമില്ല. കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്. ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. Find facility of MS Word enables you to search a word in the document. ഫൈൻഡ് എന്ന ഫെസിലിറ്റി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഏതെങ്കിലും നമുക്ക് വേർഡ് അറിയില്ല, വേർഡ് നമുക്ക് എവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തെടുത്ത് ഈ വേർഡ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഫൈൻഡ് എന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എവിടെയാണോ ആ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ ഏതെങ്കിലും എ എന്നൊരു ലെറ്ററാണ് നമുക്ക് വേണ്ടത്, ഫൈൻഡിൽ പോയി എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എവിടെയൊക്കെ എ ഉണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് വരും. ഇഫ് നെസസറി എ ഗീവൺ വേർഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് അനദർ വേർഡ് എയ്തർ ഇൻ സെലക്റ്റഡ് പാർട്ട് ഓഫ് ദ നെക്സ്റ്റ് ടെസ്റ്റ് ഓർ ഇൻ ദ ഹോൾ ഡോക്യുമെൻറ്റ് ഇൻ വൺ ഷോട്ട്. ഇപ്പോൾ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എ എന്നോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും എന്നൊരു ലെറ്റർ നമുക്ക് വേർഡ് വേണ്ട, നമ്മളത് എന്ത് ചെയ്യണം, റീപ്ലേസിൽ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു വേർഡ് നമ്മൾ ആറെന്നോ അല്ലെങ്കിൽ ഇഫ് എന്നോ വേർഡ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ ഈ വന്ന സ്ഥലത്തെല്ലാം നമുക്ക് എന്ത് വരും, ആറെന്ന് വരും. നമ്മൾ അതിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ പറ്റും, നമുക്കതിനെ ഒരു വേർഡിനെ നമുക്ക് ഇന്നൊന്നിലും റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദിസ് മേക്ക് ദ മോഡിഫിക്കേഷൻ ടാസ്ക് ഈസി ആൻഡ് ഫാസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്നത് ഈസി ആയിട്ടും ഫാസ്റ്റായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, കട്ട്, കോപ്പി, പേസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഫൈൻഡ് ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും, റീപ്ലേസ് ഒരു വേർഡിനെ മാറ്റി ഇനിയൊരു വേർഡ് കൊടുക്കാനും സാധിക്കും. ദെൻ കളേഴ്സ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലെറ്റേഴ്സിലൊക്കെ കളറൊക്കെ കൊടുക്കുന്നുണ്ട്, കളറൊക്കെ കൊടുത്ത് ചെയ്തിട്ടുമുണ്ട്. നോക്കാം, കളേഴ്സ്. MS Word പ്രൊവൈഡ് ഫെസിലിറ്റി ടു ടൈപ്പ് ഡിഫറെൻറ്റ് പോർഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. അല്ലേ, ഓരോ പോർഷനിലും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓൾ ദ ഹെഡിങ്സ് ക്യാൻ ബി ടൈപ്ഡ് ഇൻ ബ്ലൂ, നോർമൽ ടെക്സ്റ്റ് ക്യാൻ ബി ബ്ലാക്ക് ആൻഡ് പേജ് നമ്പർ ക്യാൻ ബി ഇൻ റെഡ് കളർ. എന്താണ്, നമ്മുടെ ഹെഡിങ്സ് എല്ലാം ബ്ലൂവിൽ ടൈപ്പ് ചെയ്യണം, നമ്മൾ നോർമൽ ടെക്സ്റ്റ് ചെയ്യുന്നതെല്ലാം ബ്ലാക്കിലും പേജ് നമ്പർ റെഡ് കളറിലും കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഹെഡിങ് കൊടുക്കുന്നിടത്തെല്ലാം നമ്മൾ ബ്ലൂ എന്ന കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നോർമലായിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നിടത്ത് ബ്ലാക്ക് കൊടുത്താൽ മതി, പേജ് നമ്പർ ആണെങ്കിൽ നമ്മൾ റെഡ് കളർ കൊടുത്താൽ മതി. ദിസ് ഫീച്ചേഴ്സ് മേക്ക് ദ ഡോക്യുമെൻറ്റ് മോർ എഫക്റ്റീവ് ആൻഡ് അട്രാക്റ്റീവ്. നമ്മൾ കളർ കൊടുക്കുമ്പോൾ നമുക്കറിയാം, കളർ കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കും, നല്ല ഭംഗിയും ഉണ്ടാവും. Then font selection. Facility to use different fonts is available in MS Word. MS Wordൽ എന്താണ്, ഡിഫറെൻറ്റ് ഫോൺസ് ഉണ്ട്. ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റാലിക്സ് ഉണ്ട്, ബോൾഡ് ഉണ്ട്, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. Either the whole document can be typed in one font or different portion can type in different font. നമുക്ക് ഡിഫറെൻറ്റ് ഫോണ്ട്, അതിപ്പോൾ ഒരേ ഫോണ്ടിൽ തന്നെ ടൈപ്പ് ചെയ്യണമെന്നില്ല, നമുക്ക് ഡിഫറെൻറ്റ് ഫോണ്ടിലും ഒരേ പേജിൽ തന്നെ ഡിഫറെൻറ്റ് ഫോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫോണ്ട് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡിഫറെൻറ്റ് ഫോണ്ട് കൊടുക്കാം, ബോൾഡ് വേണോ, ഇറ്റാലിക് വേണോ, നമുക്ക് എന്ത് വേണമെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാ ചേഞ്ചസും ചെയ്യാം. ഇതും ഈസിയാണ്, അട്രാക്റ്റീവ് ആയിരിക്കും, മോഡിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ MS Wordൽ എന്തൊക്കെ ചെയ്യാം, ഈസി ടെക്സ്റ്റ് എൻട്രി ആൻഡ് ഓട്ടോമാറ്റിക് ഫോർമാറ്റിംഗ്, എഫർട്ട്ലെസ് ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ, കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്, കട്ട്, കോപ്പി, പേസ്റ്റ് ചെയ്യാം, ഫൈൻഡ് വേർഡ് ഏതെങ്കിലും ഫൈൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, പിന്നെ നമുക്ക് എന്താ കളർ ചെയ്ത് കൊടുക്കാം, ഫോണ്ട് സെലക്ഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.